പോൾ മോർഫിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒപ്പേറ ഗെയിം കണ്ടാലോ? അപ്പോൾ പോൾ മോർഫിയുടെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്ര ഗെയിമുകൾ എടുത്തു നോക്കിയാലും പോൾ മോർഫിയുടെ ഗെയിംസിൻ്റെ മനോഹാരിത വേറെ തന്നെയാണ്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് കോമ്പിനേഷനുള്ള ഗെയിമുകളാണ് നമ്മുടെ പോൾ മോർഫി കളിച്ചിരിക്കുന്നത്. ഈ ഒരു പൊസിഷനിൽ മോർഫിയുടെ ബിഷപ്പിനെ ഈ ഒരു പോൺ വെച്ച് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മിക്ക പ്ലേയേഴ്സും ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബിഷപ്പിനെ രക്ഷിക്കാൻ വേണ്ടി E2ലേക്കോ D3ലേക്കോ ഒക്കെ പോകും. പക്ഷെ പോൾ മോർഫിയുടെ സ്റ്റൈൽ അറിയുന്നവർക്ക് മനസ്സിലാവും, മോർഫി അങ്ങനെയൊന്നും ചെയ്യില്ല. മോർഫി ആദ്യം കളിക്കുന്നത് നൈറ്റ് വെച്ച് ഈ പോണിനെ വെട്ടിയെടുത്തിട്ട് തൻ്റെ പീസുകളെ കൂടുതൽ ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ പോൺ വെച്ച് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു, ബിഷപ്പ് വെച്ച് ചെക്ക് എടുക്കുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ നൈറ്റിന് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ക്യൂനുമായിട്ട് പിൻഡാണ്. അതുകൊണ്ട് തന്നെ ഈ നൈറ്റ് വന്നിട്ട് ഇവിടെ മറക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ മോർഫി ജസ്റ്റ് ക്യൂൻ സൈഡ് ക്യാൻസൽ ചെയ്തിട്ട് ഈ ഒരു നൈറ്റിലേക്ക് ഒരു അഡീഷണൽ അറ്റാക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ നൈറ്റിലേക്ക് ഇപ്പോൾ റൂക്കും ബിഷപ്പും കൂടെ എയിം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ റൂക്ക് വന്നിട്ട് ഈ ഒരു നൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എന്നാൽ കളി അവസാനിക്കുന്നില്ല. റൂക്ക് ടേക്സ് D7, മറ്റൊരു സാക്രിഫൈസ് കൂടെ മോർഫി നടത്തുകയാണ്. ഇവിടെയും ഞാൻ ഒന്നോടെയും പറയുന്നു, നൈറ്റിന് ഇവിടെ മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം പിണ്ടാണ്. അപ്പോൾ ഈ ഒരു സാക്രിഫൈസിനെതിരെ റൂക്ക് ടേക്സ് മാത്രമാണ് ആ കളിക്കാൻ പറ്റുക. ഇവിടെ മോർഫി തൻ്റെ അടുത്ത റൂക്കിനെയും കൂടെ കൊണ്ടുവന്നു. റൂക്ക് D1 വെച്ചിട്ട് ഈ ഒരു റൂക്കിലേക്ക് വീണ്ടും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, ഒരു അറ്റാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഈ കിങ്ങും ബിഷപ്പും റൂക്കും എല്ലാം ലൈൻഡ് അപ്പാണ്. എന്നാൽ ഈ ഒരു ക്യൂനും കൂടെയും ഇവിടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകുമെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്യൂനിനെ ഈ ഒരു പിൻ സ്ക്വയറിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു മൂവ് കളിക്കുന്നു, ക്യൂൺ ടു E6. അപ്പോൾ ഈ മൂവിൻ്റെ ഐഡിയ ഒന്ന് വൈറ്റിൻ്റെ ക്യൂവിനെ അറ്റാക്ക് ചെയ്യാം, പിന്നെ ഈ പിന്നെ ഇവിടെ നിന്ന് ഒഴിവായി. അപ്പോൾ ബിഷപ്പ് വെച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ നൈറ്റ് വെച്ച് വെട്ടിയെടുക്കാം. ഇതാണ് മോർഫിയുടെ ഒപ്പോണൻ്റെ ഐഡിയ. അപ്പോൾ മോർഫി വന്നിട്ട് ഈ റൂക്കിനെ വെട്ടിയെടുക്കുന്നു. ഇവിടെ എല്ലാം ഓക്കെ ആയെന്നുള്ള രീതിയിൽ നൈറ്റ് വെച്ചിട്ട് ആ ഒരു പീസിനെ വെട്ടിയെടുക്കുന്നു. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇവിടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. മോർഫി ഇനി എങ്ങനെയാണ് ഇവിടെ ഒരു ചെക്ക്മേറ്റ് ത്രെഡ് നോക്കുക. പക്ഷെ മോർഫിക്ക് ഇവിടെ ഒരു മെയ്റ്റ് ഇൻ 2 ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് മോർഫി കളിക്കുന്ന ബ്രില്യൻ മൂവിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. ഓക്കെ, മോർഫി കളിക്കുന്ന മനോഹരമായ മൂവ് ക്യൂൻ ചെക്കാണ്. അതെ, ഒരു ക്യൂൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ സാക്രിഫൈസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ വേറെ കിങ്ങിന് മൂവ് ചെയ്യാൻ സ്ക്വയർ ഒന്നുമില്ല, അതുകൊണ്ട് നൈറ്റ് കൊണ്ട് തന്നെ വെട്ടിയെടുക്കണം. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ഇരിക്കുന്ന നൈറ്റ് വന്നിട്ട് ഈ ഒരു ക്യൂവിനെ വെട്ടിയെടുക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. അന്നേരം ഇവിടെ ഒറ്റ മൂവിൽ ചെക്ക്മേറ്റ് ഉണ്ട്. അതെ, റൂക്ക് ചെക്ക്മേറ്റ്, റൂക്ക് D8 ചെക്ക്മേറ്റ്. കിങ്ങിന് താഴേക്ക് പോകാൻ പറ്റില്ല, കാരണം എന്താണ്, ബിഷപ്പ് അവിടെ ഉണ്ട്. കിങ്ങിന് ഈ ഒരു D7 സ്ക്വയറിലോട്ട് വരാൻ പറ്റില്ല, കാരണം എന്താണ്, റൂക്ക് ഉണ്ട്. അപ്പോൾ ഒരു ചെക്ക്മേറ്റ് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫേമസ് ആയിട്ടുള്ള മോർഫിയുടെ ഒപ്പേറ ഗെയിം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.